സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നിവിടെ നല്ല ആരെടുത്ത ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തത്. അത് 2 മണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി അരിപ്പയിലോട്ട് അരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കലത്തപ്പത്തിലോട്ട് വേണ്ടുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. നമുക്ക് നല്ല ആരെടുത്ത കൽത്തപ്പം കിട്ടാൻ 2-3 ടിപ്പുകളും കൂടെ ഞാൻ ഇതിലോട്ട് പറയുന്നുണ്ട്. നമ്മുടെ അരി അരക്കാൻ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറും തേങ്ങയൊന്നും അധികമായി പോകണ്ട. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഈ സമയം ആവശ്യത്തിനുള്ള ഏലക്കയും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ 1/4 ടീസ്പൂൺ ജീരകവും ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് ഇതും ചേർക്കണം. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ശർക്കര നന്നായിട്ട് ഉരുകി കിട്ടും. നമുക്ക് അരി അരച്ചുകൊണ്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അരി അരക്കുന്നത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. തരികളൊന്നും പാടില്ല. അതാണ് ആദ്യത്തെ ടിപ്പ്. അതുപോലെ തന്നെ പിന്നെ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൽ ചേർക്കണം. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ചൂടോടെ ചേർത്താൽ മാത്രമേ നമുക്ക് നല്ല ആരോടുകൂടി കലത്തപ്പം കിട്ടുകയുള്ളൂ. അത് ചേർക്കുമ്പോൾ തന്നെ ഇളക്കിയും കൊടുക്കണം മാവ്. അല്ലെങ്കിൽ ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് മാവ് ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ മാവ് നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു കയറ് പോലെ പിരിഞ്ഞ് മാവ് വീഴുന്നത് കണ്ടോ? അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നമുക്ക് അതിൻ്റെ വശങ്ങളിലൊക്കെ ആവുന്ന തരത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിലോട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾ ഈ സമയം സ്റ്റീൽ കുക്കർ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെയായാലും അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം തന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം. കലത്തപ്പത്തിലേക്ക് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. അതില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ ഉള്ളി എടുക്കാവൂ. ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയൊക്കെ നല്ല പാകത്തിന് ഫ്രൈ ചെയ്തായിട്ടുണ്ട്. ഈ സമയം മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാൻ. ഈ സമയം കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. നല്ല ആവി വരുന്ന പരുവത്തിൽ. ആ സമയത്ത് നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 1 മിനിറ്റ് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ഒഴിച്ച മാവിൻ്റെ സൈഡൊക്കെ കണ്ട ഒരു നേരിയ രീതിയിലൊന്ന് ഫ്രൈ ഒരു കുക്കായ മാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മിനിറ്റിൽ കൂടുതൽ മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കുമ്പോൾ വിസിലിടരുത്. മൂടി ഇട്ട ശേഷം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്. അപ്പം തന്നെ ഫ്ലെയിം സിമ്മിലാക്കി മാറ്റണം. എന്നിട്ട് 10 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ആവി വരാൻ തുടങ്ങും. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ശക്തിയോടുകൂടി ആവിയും നല്ല മണവും വരും. നമ്മുടെ കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ കലത്തപ്പം ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കലത്തപ്പമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 4 മണി പലഹാരമായിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ കലത്തപ്പം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവൂ. എൻ്റെ ഒരു ഫ്രണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ആരോട് കൂടിയ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമുക്കിനി ഈ കൽത്തപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കൽത്തപ്പം നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശവും നല്ല ആരോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടു നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ?